ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിൻഡോ. ഞാൻ ഇവിടെ ഫിൻലാൻഡിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് താമസിക്കുന്നു. ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ 9 വർഷമായിട്ട്. നാട്ടിലത്തെ നഴ്സിംഗ് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ, കാരണം നമ്മൾ ഭാഷ അറിയില്ല. എൻ്റെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് അവർ നഴ്സിംഗിൻ്റെ ഇവിടെ ക്രെഡിറ്റ് സിസ്റ്റമാണ്. അപ്പോൾ 210 ക്രെഡിറ്റാണ് നമ്മളൊരു നഴ്സിംഗ് ഡിഗ്രിക്ക് വേണ്ടത്, നമ്മൾ ഗ്രാജുവേറ്റ് ആവാനായിട്ട്. എന്നാണ് പിന്നെ ഈ ഭാഷ പതുക്കെ പഠിച്ചത്. ഏകദേശം ഒരു 2 വർഷത്തോളം എടുത്തു ഇത് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കാനായിട്ട്. അതുവരെ അല്പം ബുദ്ധിമുട്ടായിരുന്നു. നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. ഫിൻലാൻഡിൽ നഴ്സിംഗ് മേഖലയിൽ ആളുകളെ കൂടുതൽ വേണം, അല്ലെങ്കിൽ ജോലിക്കാരെ കൂടുതൽ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസിലുള്ള ഒരു പ്രധാന ഐറ്റം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലിൻഡോ വർഗീസാണ്. ലിൻഡോ വാന്ത ഹോസ്പിറ്റലിൽ, സിറ്റി ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലിൻഡോനോട് ചോദിച്ചറിയാം. നോർത്ത് മലയാളിയിലേക്ക് സ്വാഗതം. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ലിൻഡോനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുക? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിൻലാൻഡിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 11 വർഷമായി ഇവിടെ താമസിക്കുന്നു. 2011 ഞാൻ ഫിൻലാൻഡിലേക്ക് വരുന്നത്. നാട്ടിൽ ഞാൻ നഴ്സായിരുന്നു, ഒരു 4 വർഷം വർക്ക് ചെയ്തിരുന്നു നാട്ടിൽ. അത് കഴിഞ്ഞ് ഞാൻ ഫിൻലാൻഡിലേക്ക് വന്നു. ഫിൻലാൻഡിൽ വന്ന് ഇവിടെ നഴ്സിംഗ് ഡിഗ്രി ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ വർഷം മാസ്റ്റേഴ്സ് ചെയ്തു. ഇപ്പം ഞാൻ വാന്തയിൽ സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ 11 വർഷം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഫിൻലാൻഡിലേക്ക് വന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ അതിൻ്റെ പുറകിൽ? ഫിൻലാൻഡിലേക്ക് വന്നതിൻ്റെ കാരണം അത് ഇത്തിരി വലിയ കഥയാണ്. ഞാൻ ബാംഗ്ലൂരാണ് നഴ്സിംഗ് ചെയ്തത്. ഞാൻ GNM ചെയ്തു ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ വെച്ചാണ് ഞാൻ വൈഫിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ വൈഫാണ് ആക്ച്വലി, അന്ന് വൈഫല്ല, അന്ന് ഗേൾ ഫ്രണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആളുടെ സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ഫിൻലാൻഡിൽ മൊബൈൽ ഫോണിൻ്റെ പേര് മെയ്ഡ് ഇൻ ഫിൻലാൻഡ് ആ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈഫ് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വൈഫ് വഴി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ അന്ന് ഇവിടെ ഒരു വൊക്കേഷണൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു. അതിന് IELTS ഒന്നും വേണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തന്നെ ഫോൺ വഴി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ നേരിട്ട് വരായിരുന്നു. ഏജൻസി മുഖേനയല്ല, നമ്മൾ നേരിട്ട് തന്നെ എല്ലാം ചെയ്ത് പൈസ ചെലവില്ലാത്ത രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഒരു നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കടന്നുപോയ പ്രൊസീജിയർ എന്താണ് ഇവിടെ വന്ന ശേഷം? എനിക്ക് നാട്ടിലത്തെ നഴ്സിംഗ് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ, കാരണം നമ്മൾ ഭാഷ അറിയില്ല. ഇവിടുത്തെ മെയിൻ നഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനിഷ് ഭാഷ അല്ലെങ്കിൽ സ്വീഡിഷ് ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വീഡിഷ് ഭാഷ ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു 2% ആൾക്കാരാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫിനിഷ് ഭാഷ അറിഞ്ഞാൽ ഇവിടെ ജോലിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ ആവശ്യമില്ല. ഇംഗ്ലീഷ് ഇവിടുത്തെ ഭാഷയല്ല, ജോലിക്ക് നമുക്ക് ഫിനിഷ് വേണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 2 വർഷം ഒരു ബിസിനസ് കോഴ്സ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ, എനിക്ക് വിസ കിട്ടി, ഞാനിവിടെ വന്നത്. റെസിഡൻസ് പെർമിറ്റ് കിട്ടി, ഞാൻ വന്നു. ഞാൻ ഈ 2 വർഷവും ഇവിടെ ട്രൈ ചെയ്തു. എൻട്രൻസ് എക്സാം, ഡിഗ്രി പ്രോഗ്രാം നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ 3ാമത്തെ ആ സമയം കൊണ്ട് ഞാൻ 2 വർഷം കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, മറ്റേ ബിസിനസ് കോഴ്സിൻ്റെ. അതിനുശേഷം ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം അഡ്മിഷൻ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഡിഗ്രി പ്രോഗ്രാമിന് ചേർന്നു. പിന്നെ അത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഡിഗ്രി പ്രോഗ്രാം ഇവിടെ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിനിഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എൻ്റെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് അവർ നഴ്സിംഗിൻ്റെ ഇവിടെ ക്രെഡിറ്റ് സിസ്റ്റമാണ്. അപ്പോൾ 210 ക്രെഡിറ്റാണ് നമ്മളൊരു നഴ്സിംഗ് ഡിഗ്രിക്ക് വേണ്ടത്, നമ്മൾ ഗ്രാജുവേറ്റ് ആവാനായിട്ട്. അപ്പോൾ 210 ക്രെഡിറ്റിൽ എൻ്റെ എഡ്യൂക്കേഷനും പിന്നെ വർക്ക് എക്സ്പീരിയൻസും വെച്ചിട്ട് അവരത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്കൊരു 170 ക്രെഡിറ്റ്സ് അവർ തന്നു. പിന്നെ ഒരു 40 ക്രെഡിറ്റ്സ് ആണ് വേണ്ടിയിരുന്നത്. അതൊരു ഏകദേശം 8-9 മാസം കൊണ്ട് ഞാൻ ഗ്രാജുവേറ്റായി ഇവിടെ. പക്ഷെ എന്നാലും ഫിനിഷ് അറിയാൻ പാടില്ലായിരുന്നില്ല, സംസാരിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാനിവിടെ ജോലിക്ക് കയറി ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ജോലിക്ക് കയറുന്നത്.
അവിടെ കയറി അവിടെ നിന്നാണ് പിന്നെ ഈ ഭാഷ പതുക്കെ പഠിച്ചത്. ഏകദേശം ഒരു 2 വർഷത്തോളം എടുത്തു ഇത് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കാനായിട്ട്. അതുവരെ അല്പം ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ. കാരണം നമ്മൾ ഭാഷ അറിയാതെ നമ്മളെ ജോലി ചെയ്യാനറിയാം എന്ന് പറഞ്ഞാലും ഇവിടെ നാട്ടിൽ നിന്നും അല്പം വ്യത്യാസമാണ് ഇവിടുത്തെ വർക്കിംഗ് കൾച്ചറും കാര്യങ്ങളും. പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നുള്ള വലിയ സഹായങ്ങളും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് മാത്രമല്ല, അവർക്ക് സഹായം ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിത് ചോദിക്കാൻ അറിയണ്ടേ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ നമ്മൾ ഭാഷ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ എവിടെ പോയാലും, പിന്നെ ഞാൻ അവിടെ നിന്ന് ഓൾഡ് ഏജ് ഹോമിൽ ഒരു 4 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു അവിടെ. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ട് എനിക്ക് അവിടെ സ്ഥാനക്കയറ്റം കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഇത് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രശ്നം, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ അല്ലെങ്കിൽ നാട്ടിലെ പോലെ പ്രൊമോഷൻ എന്ന് പറയുന്ന സംഗതി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഹയർ ലെവൽ പൊസിഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വരുന്നുണ്ട്. പക്ഷെ അത് വളരെ തുച്ഛമാണ്. നാട്ടിൽ നമ്മൾ ഒരു നേഴ്സായിട്ട് തുടങ്ങിയാലും നമുക്കൊരു നേഴ്സ് മാനേജറായിട്ടോ സൂപ്പർവൈസറായിട്ടോ നേഴ്സിംഗ് ഡയറക്ടറായിട്ടോ ആ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ അത് വളരെ വളരെ കുറവ് ചാൻസാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഹെൽസിങ്കി ഹോസ്പിറ്റലിൽ, ഹെൽസിങ്കി ഊഡൻമാൻ സൈറാള, അത് സിറ്റി ഹോസ്പിറ്റലിൽ, മെയിലാഹ്തി ഹോസ്പിറ്റലിൽ ഒരു 3 മാസത്തോളം അവിടെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിപ്പോൾ ഞാൻ പഴയ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ മാറി. സ്റ്റെം സെല്ലിൽ എക്സ്പീരിയൻസ് ഇല്ല. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് ജോലി കിട്ടി മാറി. അപ്പൊ ആ ആള് വഴി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ എനിക്ക് ഇവിടേക്ക് കിട്ടിയത്. ഫിൻലാൻഡിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി നമുക്ക് ഭാഷ അറിയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോലി പ്ലേസ്മെന്റ് എല്ലാം സുതാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, നമ്മളവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോസിന് നമ്മളെ അറിയാം, നമ്മളെങ്ങനെയാണ് നമ്മുടെ ജോലി ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവർക്ക് നമ്മളിലൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കും. നമ്മളോടെന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും അവർ ഇൻഫോം ചെയ്യും, ഇങ്ങനൊരു വേക്കൻസി വരുന്നുണ്ട്, നിങ്ങളുടെ പരിചയത്തിലോ കൂട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്ന് പറയും. അപ്പം നമ്മൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും, നമുക്കറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാം. അവർക്ക് ആ ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അവർക്ക് ഇവർ പറയുന്ന യോഗ്യതകളെല്ലാം വേണം. എഡ്യൂക്കേഷണൽ ആയാലും അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ആയാലും അത് വേണം. അതില്ലാതെ കിട്ടില്ല. അപ്പൊ നാട്ടിലത്തേതിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നാട്ടിലിപ്പോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പരിചയത്തിന്റെ പുറത്ത് കയറിപ്പോവാം. അത് പറ്റില്ല. ആ യോഗ്യതകൾ ഉള്ളവർക്ക് റെക്കമെൻഡേഷൻ വഴി അതേ തുല്യമായ യോഗ്യതകളുള്ളവരുടെ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാനായിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു നേഴ്സായി കഴിഞ്ഞാൽ ഫിൻലൻഡിൽ എന്തൊക്കെ ഫെസിലിറ്റീസിൽ ജോലി എടുക്കാം? അപ്പോൾ ഹോസ്പിറ്റലല്ലാതെ ഫിൻലാൻഡിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളുണ്ട്, അതല്ലാതെ ആളുകൾ തന്നെ വീടുകളിൽ, ഇവിടെ ഒത്തിരി ആളുകൾ തനിച്ച് പ്രായമായ ആളുകൾ തനിയെ വീടുകളിൽ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ വീടുകളിൽ താമസിക്കും. അപ്പോൾ നമ്മൾ ഈ നഴ്സുമാർ പോയിട്ടാണ് അവരുടെ വീടുകളിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതിനെ കോട്ടിക്കോയിത്തോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോം കെയർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ അതല്ലാതെ ഹോസ്പിറ്റലുകൾ ഈ പ്രായമായ ആളുകളുടെ ഹോസ്പിറ്റലുകളുണ്ട്, റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലുകൾ. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുള്ള ഹോസ്പിറ്റലുകളും ഉണ്ട്. നമ്മുടെ എമർജൻസി അല്ലെങ്കിൽ ICU, പിന്നെ ചിൽഡ്രൻ ഹോസ്പിറ്റൽ. ജോലി കിട്ടാനായിട്ട് ഉള്ള എളുപ്പം ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോമുകളിലായിരിക്കും കൂടുതലും. കാരണം ഭാഷയുടെ ആവശ്യകത അത്ര അധികം അങ്ങോട്ട് ഡിമാൻഡിങ് അല്ല അവിടെ.
മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മെഡിക്കേഷനും കാര്യങ്ങളും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭാഷ അത്യാവശ്യമാണ്. അതല്ലാതെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ വരുന്ന തുടക്കക്കാർക്ക് അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പൊ പേഷ്യൻസിനെ നോക്കുക എന്നല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് പേപ്പർ വർക്ക്സ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ പേപ്പർ വർക്ക്സ് ഇല്ല, ഇവിടെ എല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. അത് വളരെ വർഷങ്ങളായി. ഞാൻ ഇതുവരെ നമ്മൾ റിപ്പോർട്ട് എഴുതിയോ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതിയോ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ കൈകൊണ്ട് പേന ഉപയോഗിച്ച് എഴുതേണ്ട ഇതുവരെ വന്നിട്ടില്ല. ഇത്ര ഒരു 8-9 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നു. എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലാണ്. ഇവിടെ അതിനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻ്റ് ഡാറ്റ എല്ലാം എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വർക്ക് ടൈമിൽ ഇൻക്ലൂഡഡ് ആണോ? അത് എല്ലാം വർക്ക് ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂറാണ് ഒരു സാധാരണഗതിയിൽ ഒരു ഷിഫ്റ്റ്. പിന്നെ ഇൻക്ലൂഡിങ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഭക്ഷണത്തിനുള്ള ബ്രേക്കും പിന്നെ 2-10 മിനിറ്റ് കോഫി ബ്രേക്ക്. അത് പ്രാക്ടിക്കലി കുറച്ച് സമയം കൂടുതലൊക്കെ നമ്മൾ എടുക്കും. എന്ന് വെച്ചാൽ അത്ര ആരും അങ്ങനെ നാട്ടിലെ പോലെ വന്ന് നോക്കി എഴുന്നേപ്പിച്ച് വിടുക അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് വർക്ക് കൾച്ചറാണ്. ഇപ്പം ഇവിടുത്തെ വർക്ക് കൾച്ചറും നമ്മുടെ ജോലി സുരക്ഷിതത്വം. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നാളെ വിളിച്ചിട്ട് ആരെങ്കിലും നാളെ നീ ഇന്ന് വരണ്ട, നിന്റെ പണി തീർന്നു, ഇനി മുതൽ നീ വരണ്ട, അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. നാട്ടിലത്തേതിനെ അപേക്ഷിച്ച് ജോലിക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ട്. നമുക്ക് അറിയാം നമുക്ക് ജോലി അവിടെ ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് അത്ര ഗുരുതരമല്ലാത്ത തെറ്റുകളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ഉറപ്പാണ് അവിടെ. പിന്നെയുള്ളത് വർക്ക് കൾച്ചർ. ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ നമ്മൾ സൂപ്പർവൈസറായാലും മാനേജറായാലും നമ്മൾ പേടിച്ച് ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ആ പൊതുവെ അത് ഫിൻലാൻഡിൽ അങ്ങനെ ഇല്ല. ഇപ്പം ഞങ്ങള് കോഫി ബ്രേക്ക് ആണെങ്കിലും ഭക്ഷണ സമയം നമ്മൾ നമ്മുടെ ബോസിന്റെ കൂടെ ഒരുമിച്ചിരുന്നാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. നമ്മൾ തമാശ പറഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലാത്ത സമയത്തും ബ്രേക്ക് സമയത്ത് അങ്ങനെ ഇതൊന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ ഫിൻലാൻഡിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു മെയിൻ വാർത്തയാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ ലിൻഡോ ഫേസ് ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെയാണോ അതോ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന ഇപ്പോൾ ഫിനിഷ് ഭാഷ ഇവർ വളരെയധികം കർശനാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം കുറേ ആളുകൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ പോലെ തന്നെ ഇംഗ്ലീഷിൽ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ഭാഷ അറിയാതെ ജോലിക്ക് കയറേണ്ട വന്നിട്ട് കഷ്ടപ്പെടണം. അപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് വന്ന് ഇവിടെ പഠിച്ചിട്ട് പിന്നെ അവരിവിടെ സെറ്റിൽ ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ജോലിക്ക് കയറിയിട്ട് ജോലി സ്ഥലത്ത് തുടക്കത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇവര് മെയിനായിട്ട് നോക്കുന്നത് പേഷ്യൻ്റ് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഷ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഭാഷയുടെ ഇതിൽ അവർ വളരെ കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് ന്യൂസുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം അവർ നാട്ടിൽ ഈ ഭാഷ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം ഇവർ വരുന്നത് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടല്ല ഇവിടേക്ക് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വാൽവിറ എന്നാണ് പറയുന്നത്, ഇവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ബോർഡ്. ഇത് നഴ്സിങ്ങിൻ്റെ മാത്രമല്ല, ഫിൻലാൻഡിൽ എല്ലാ ഹെൽത്ത് കെയർ ബന്ധപ്പെട്ട എല്ലാ രജിസ്ട്രേഷൻ, പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എല്ലാം നടത്തുന്നത് വാൽവിറയാണ്. അത് ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും എല്ലാം. അപ്പോൾ അവരുടെ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫിനിഷ് ഭാഷയുടെ നമ്മൾ ഇത് പ്രൂഫ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അവർ കണക്കൊക്കെ അവർ ഭാഷയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ആ ലെവല് നമ്മൾ കിട്ടിയാൽ മാത്രമാണ് ഇപ്പോൾ IELTS സ്കോർ പോലെ. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ ഈ ലാംഗ്വേജിൻ്റെ ഇത് കൂടി വേണം. അത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് അതില്ലായിരുന്നു. അത് നിർബന്ധമല്ല, അത് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളിവിടെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വയം നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ
സംഗതി ശരിയാണ്, ഇവിടെ നഴ്സുമാരുടെ തൊഴിലവസരങ്ങൾ ഒത്തിരി ഉണ്ട്. അത് വരും വർഷങ്ങളിൽ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആവും. കാരണം ഇവിടെ പൊതുവെ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒത്തിരിയേറെ ഏകദേശം 60 വയസ്സിനോടടുത്ത ആളുകൾ 70-60% നഴ്സസ് ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ വരും വർഷങ്ങളിലെല്ലാം റിട്ടയർ ആയി പോകും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന നഴ്സസിന്റെ എണ്ണം ഇവരുടെ ഈ ഓരോ വർഷം റിട്ടയർ ആവുന്ന എണ്ണത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇപ്പോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഈ തൊഴിലധിഷ്ഠിത കുടിയേറ്റം അവര് പ്രോത്സാഹിപ്പിച്ച് അതിനനുസരിച്ച് അവർ എങ്ങനെ പുറം രാജ്യങ്ങളിൽ നിന്നായാലും ആളുകളെ കൊണ്ടുവരാം എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രോസസ്സ് എല്ലാം സുതാര്യവും അതേപോലെ നമ്മുടെ കറപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് ഈ വരുന്ന ആളുകളുടെ എണ്ണം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ അത്ര കൂടുതലായിരിക്കില്ല. ഇവരുടെ പ്രോസസ്സ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വന്ന ആളുകൾ എങ്ങനെയാണ് ഇവരിവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നത്, അവരുടെ ജോലി സാഹചര്യം അല്ലെങ്കിൽ അവർ സംതൃപ്തരാണോ, അവരുടെ എങ്ങനെയാണ് ഈ രാജ്യത്ത് അവർ ജീവിക്കുന്നതെന്നോ നോക്കിയിട്ട് മാത്രമാണ് പിന്നീടുള്ള അവര് അനുമതി കൊടുക്കുകയുള്ളൂ. അത് ഓരോ സമയവും തുടർച്ചയായിട്ട് ഇവരത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയാലും ഇവിടുത്തെ ഗവൺമെന്റ് ഇവരാരാണോ അത് ചെയ്യുന്നത്, അവരുടെ അതോറിറ്റികൾ അത് കർശനമായിട്ട് അവര് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് മെയിനായിട്ടുള്ള കേസ് ഈ ഭാഷയാണ് ഒന്നാമത്തെ പ്രശ്നം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഷ അറിയാതെ നമ്മൾ നഴ്സിംഗ് ഫീൽഡിൽ വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭാഷ അറിയാതെ ഒന്നും നടക്കില്ല ഇവിടെ. പിന്നെ ഇംഗ്ലീഷ് ആളുകളുടെ ധാരണ IELTS വേണ്ട, OET വേണ്ട, ഫിൻലാൻഡിലേക്ക് ജോലി സാധ്യതയുള്ളൂ. അപ്പൊ ഇതാണ് മെയിനായിട്ട് ആളുകൾക്ക് എന്താ പറയാ ആകർഷകമായിട്ടുള്ള ഒരു ന്യൂസിൽ കാണുമ്പോൾ. കാരണം നാട്ടില് ഒത്തിരിയധികം നഴ്സുമാര് IELTS-ഉം OET-യും പല പ്രാവശ്യം എഴുതി, നമ്മൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ നല്ല പൈസ ചെലവുണ്ട്, മനസ്സിലായി. അപ്പോൾ അത് ചെയ്ത് ഇങ്ങനെ മടുത്തിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ അവർക്കൊരു ഇതായിട്ട് തോന്നും, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇത്രയധികം ഇൻഫർമേഷൻ നമുക്ക് തന്നതിന് ലിൻഡോന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഇവിടെ ഹെൽസിങ്കിയിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റീജിയണിലോ അല്ല അവർക്ക് ജോലി ലഭിച്ചിരിക്കുന്നത്. അത് അവർക്ക് ജോലി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഉൾപ്രദേശത്താണ്. അപ്പോൾ ഈ വരുന്നവർക്ക് അതാണ് മെയിനായിട്ടുള്ള ചലഞ്ച്, ഭാഷ, പിന്നെ പുതിയൊരു രാജ്യം, പിന്നെ ഇവിടെ സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് 3-4 വർഷങ്ങളായിട്ട്. പക്ഷെ ഈ വരുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ സന്തോഷത്തിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ.